ഗൈസ്, അപ്പം ഞാൻ രാത്രി നട്ട പാതിരാത്രി 11 മണിയാവാൻ പോണേ. 11 മണിയാവാൻ പോണില്ല, 11 മണി കഴിഞ്ഞ്. അപ്പോൾ എനിക്ക് നല്ല പല്ല് വേദന എടുക്കണേ. ഇത്രയും സമയം വീഡിയോ എടുത്ത് റീലെടുത്തൊക്കെ ഇവിടെ ഇരിക്കുമായിരുന്നു. എനിക്ക് നല്ല വേദന സഹിക്കാൻ പറ്റണില്ല. അപ്പം ഞാൻ പല്ല് വേദന എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അണ്ണൻ പറഞ്ഞ് ഗ്രാമ്പിട്ട് വെള്ളം തിളപ്പിച്ചാൽ പല്ല് വേദന മാറുന്നു. അപ്പം ഞാൻ ഒന്ന് ഗ്രാമ്പിട്ട് വെള്ളം തിളപ്പിച്ച് നോക്കട്ടെ. അപ്പം ഞാൻ വെച്ചാൽ നിങ്ങളെ കൂടെ കാണിച്ചത്. ഞാൻ അടുക്കളയിലോട്ട് പോകണം, ഇരുട്ട് കയറി കിടക്കും. ദേ കണ്ട, ഇനി ഇത്രയും ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഗൈസ്, നല്ല പല്ല് വേദനയുണ്ട്. രാത്രി എനിക്ക് കുറേ ദിവസം കൊണ്ടേ തുടങ്ങിയത് നല്ല വേദനയുണ്ട് ഗൈസ്. അപ്പം ഞാൻ വെള്ളം തിളപ്പി പല്ല് വേദന സഹിക്കാൻ വയ്യ. ഞാൻ ഇപ്പം ഗ്രാമ്പിട്ട് വെള്ളം തിളപ്പിച്ച് കൊണ്ടു ഗൈസ്. ഗ്രാമ്പിട്ട് വെള്ളം തിളപ്പിച്ച് കൊണ്ടുവന്നു. പക്ഷെ കൊണ്ട് ആവി വരണം. ഈ ചൂട് കഴിഞ്ഞാൽ ഇങ്ങനെ വായിൽ കൊള്ളും. എൻ്റെ വായും കൂടി പൊള്ളി അവിഞ്ഞു പോകും. ഇച്ചിരി തണുപ്പിച്ചിട്ട് വായിൽ കൊള്ളാം. അത്രയും വലിയ വേദന. ഒരു 8 ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്. അതിൽ 1 ഗ്രാം പൊടിഞ്ഞു. അപ്പം ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരാം. കാരണം പൊടിക്കൈയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴേ വേദന സഹിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഇത് കാണിച്ചു തരാം ഗൈസ്. പല്ല് വേദനയുള്ള ഭാഗത്ത് ചൂട് വെള്ളത്തിൽ ആരെങ്കിലും ഒഴിക്കുമോ ഗൈസ്? ഞാനെടുത്ത് ഒഴിച്ച് എൻ്റെ തല മൊത്തം ഇളവി. എനിക്ക് വേദന സഹിക്കാൻ വയ്യ. ഇതേ അവസാനം പിള്ളേരൊരു ഗ്രാമ്പ് എടുത്തോണ്ടൊന്ന് ഞാൻ ആ ഗ്രാമ്പ് എനിക്കൊന്നും പറയാൻ വയ്യ. എൻ്റെ ഒരു അവസ്ഥ. ടാറ്റാ. അയ്യോ. അപ്പം ഗൈസ്, ഞാൻ ആശുപത്രിയിലൊക്കെ പോയി പല്ലെടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അത്രയ്ക്ക് വേദനയാണ്. അപ്പോൾ ഡോക്ടർ പല്ല് നോക്കിയിട്ട് ഈ കോൾഗേറ്റ് പേസ്റ്റ് കണ്ട ഇത് കുറിച്ച് തന്നു. അപ്പം ഞാൻ കൊണ്ടുവന്ന ഉടനെ എന്ത് ചെയ്തെന്നറിയാം, ആ പേസ്റ്റ് പല്ല് തേച്ചൊരു 5 മിനിറ്റ് വായിക്കാത്ത അതിൻ്റെ പദം നിർത്തിയിരിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഗുളിക തന്നു വേദനയ്ക്കുള്ള. അപ്പം പല്ലെടുക്കാൻ പറ്റത്തില്ല, പല്ല് നല്ല ഉറച്ചിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കുറഞ്ഞില്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അത്രയ്ക്ക് വേദനയുണ്ട്. ആ വേദനയാണ് ഇന്നലെ രാത്രി ഞാൻ കാണിച്ചത്. എനിക്ക് അത്രയും സഹിക്കാൻ പറ്റാത്തതില്ല. ഞാൻ 2 മണി വരെ ഉറങ്ങിയിട്ടില്ലായിരുന്നു. സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് പോയിട്ട് വന്നതാണ്. അപ്പം നിങ്ങളെ കൂടെ കാണിക്കാൻ. ഇന്നലെ കാണിച്ചല്ലേ പല്ല് വേദന. അപ്പോൾ ഇന്ന് ആശുപത്രിയിൽ പോയിട്ട് വന്ന് നിങ്ങളെ കൂടെ കാണിച്ചത്. അതാണ് ഞങ്ങളെ ജംഗ്ഷനിൽ തന്നെയുള്ള ആശുപത്രിയാണ്, ദന്താശുപത്രി, ദന്ത കെയർ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ. വയ്ക്കട്ടെ കേട്ടോ. ഇന്നിപ്പം ചെറിയൊരു വേദനയും തരിപ്പൊക്കെ ഉണ്ട്. നീരൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ പോയിട്ട് വന്ന് കാണിച്ചത് ഗൈസ്. അപ്പം ഞാൻ രാത്രി നട്ട പാതിരാത്രി 11 മണിയാവാൻ പോണേ. 11 മണിയാവാൻ പോണില്ല, 11 മണി കഴിഞ്ഞ്. അപ്പോൾ എനിക്ക് നല്ല പല്ല് വേദന എടുക്കണേ. ഇത്രയും സമയം വീഡിയോ എടുത്ത് റീലെടുത്തൊക്കെ ഇവിടെ ഇരിക്കുമായിരുന്നു. എനിക്ക് നല്ല വേദന സഹിക്കാൻ പറ്റണില്ല. അപ്പം ഞാൻ പല്ല് വേദന എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അണ്ണൻ പറഞ്ഞ് ഗ്രാമ്പിട്ട് വെള്ളം തിളപ്പിച്ചാൽ പല്ല് വേദന മാറുന്നു. അപ്പം ഞാൻ ഒന്ന് ഗ്രാമ്പിട്ട് വെള്ളം തിളപ്പിച്ച് നോക്കട്ടെ. അപ്പം ഞാൻ വെച്ചാൽ നിങ്ങളെ കൂടെ കാണിച്ചത്. ഞാൻ അടുക്കളയിലോട്ട് പോകണം, ഇരുട്ട് കയറി കിടക്കും. ദേ കണ്ട, ഇനി ഇത്രയും ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഗൈസ്, നല്ല പല്ല് വേദനയുണ്ട്. രാത്രി എനിക്ക് കുറേ ദിവസം കൊണ്ടേ തുടങ്ങിയത് നല്ല വേദനയുണ്ട് ഗൈസ്. അപ്പം ഞാൻ വെള്ളം തിളപ്പി പല്ല് വേദന സഹിക്കാൻ വയ്യ. ഞാൻ ഇപ്പം ഗ്രാമ്പിട്ട് വെള്ളം തിളപ്പിച്ച് കൊണ്ടു ഗൈസ്. ഗ്രാമ്പിട്ട് വെള്ളം തിളപ്പിച്ച് കൊണ്ടുവന്നു. പക്ഷെ കൊണ്ട് ആവി വരണം. ഈ ചൂട് കഴിഞ്ഞാൽ ഇങ്ങനെ വായിൽ കൊള്ളും. എൻ്റെ വായും കൂടി പൊള്ളി അവിഞ്ഞു പോകും. ഇച്ചിരി തണുപ്പിച്ചിട്ട് വായിൽ കൊള്ളാം. അത്രയും വലിയ വേദന എടുക്കും. ഒരു 8 ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്. അതിൽ 1 ഗ്രാം പൊടിഞ്ഞു. അപ്പം ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരാം. കാരണം പൊടിക്കൈയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴേ വേദന സഹിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഇത് കാണിച്ചു തരാം ഗൈസ്. പല്ല് വേദനയുള്ള ഭാഗത്ത് ചൂട് വെള്ളത്തിൽ ആരെങ്കിലും ഒഴിക്കുമോ ഗൈസ്? ഞാനെടുത്ത് ഒഴിച്ച് എൻ്റെ തല മൊത്തം ഇളവി. എനിക്ക് വേദന സഹിക്കാൻ വയ്യ. ഇതേ അവസാനം പിള്ളേരൊരു ഗ്രാമ്പ് എടുത്തോണ്ടൊന്ന്
ഞാനാഗ്രഹം എനിക്കൊന്നും പറയാൻ വയ്യ. എൻ്റെ ഒരു അവസ്ഥ. ടാറ്റാ. അയ്യോ. അപ്പം ഗൈസ് ഞാൻ ആശുപത്രിയിലൊക്കെ പോയി പല്ലെടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അത്രയ്ക്ക് വേദനയാണ്. അപ്പോൾ ഡോക്ടർ പല്ല് നോക്കിയിട്ട് ഈ കോൾഗേറ്റ് പേസ്റ്റ് കണ്ട ഇത് കുറിച്ച് തന്നു. അപ്പം ഞാൻ കൊണ്ടുവന്ന ഉടനെ എന്ത് ചെയ്യുന്നറിയാം, ആ പേസ്റ്റ് പല്ല് തേച്ചൊരു 5 മിനിറ്റ് വായിക്കാത്ത അതിൻ്റെ പദം നിർത്തിയിരിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഗുളിക തന്നു വേദനയ്ക്കുള്ള. അപ്പം പല്ലെടുക്കാൻ പറ്റത്തില്ല, പല്ല് നല്ല ഉറച്ചിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറഞ്ഞില്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അത്രയ്ക്ക് വേദനയുണ്ട്. ആ വേദനയാണ് ഇന്നലെ രാത്രി ഞാൻ കാണിച്ചത്. എനിക്ക് അത്രയും സഹിക്കാൻ പറ്റാത്തതില്ല. ഞാൻ 2 മണി വരെ ഉറങ്ങിയിട്ടില്ലായിരുന്നു. സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് പോയിട്ട് വന്നതാണ്. അപ്പം നിങ്ങളെ കൂടെ കാണിക്കാൻ ഇന്നലെ കാണിച്ചതല്ലേ പല്ല് വേദന. അപ്പോൾ ഇന്ന് ആശുപത്രിയിൽ പോയിട്ട് വന്ന് നിങ്ങളെ കൂടെ കാണിച്ചത്. അതാണ് ഞങ്ങളെ ജംഗ്ഷനിൽ തന്നെയുള്ള ആശുപത്രിയാണ്, ദന്താശുപത്രി, ഡെൻ്റൽ കെയർ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ. വയ്ക്കട്ടെ കേട്ടോ. ഇന്നിപ്പം ചെറിയൊരു വേദനയും തരിപ്പൊക്കെ ഉണ്ട്, നീരൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ പോയിട്ട് വന്ന് കാണിച്ചത് ഗൈസ്. അപ്പം ഞാൻ രാത്രി പാതിരാത്രി 11 മണിയാവാൻ പോണേ. 11 മണിയാവാൻ പോണില്ല, 11 മണി കഴിഞ്ഞ്. അപ്പോൾ എനിക്ക് നല്ല പല്ല് വേദന എടുക്കണേ. ഇത്രയും സമയം വീഡിയോ എടുത്ത് റീലെടുത്തൊക്കെ ഇവിടെ ഇരിക്കുമായിരുന്നു. എനിക്ക് നല്ല വേദന സഹിക്കാൻ പറ്റണില്ല. അപ്പം ഞാൻ പല്ല് വേദന എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അണ്ണൻ പറഞ്ഞ് ഗ്രാമ്പിട്ട് വെള്ളം തിളപ്പിച്ചാൽ പല്ല് വേദന മാറുന്നു. അപ്പം ഞാൻ ഒന്ന് ഗ്രാമ്പിട്ട് വെള്ളം തിളപ്പിച്ച് നോക്കട്ടെ. അപ്പം ഞാൻ വെച്ചാൽ നിങ്ങളെ കൂടെ കാണിച്ചത്. ഞാൻ അടുക്കളയിലോട്ട് പോകണം, ഇരുട്ട് കയറി കിടക്കും. കണ്ട ഇനി ഇത്രയും ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഗൈസ് നല്ല പല്ല് വേദനയുണ്ട്. രാത്രി ആയപ്പോൾ എനിക്ക് കുറേ ദിവസം കൊണ്ടേ തുടങ്ങിയത് നല്ല വേദനയുണ്ട് ഗൈസ്. അപ്പം ഞാൻ വെള്ളം തിളപ്പി പല്ല് വേദന സഹിക്കാൻ വയ്യ. ഞാൻ ഇപ്പം ഗ്രാമ്പിട്ട് വെള്ളം തിളപ്പിച്ച് കൊണ്ടു ഗൈസ്. ഗ്രാമ്പിട്ട് വെള്ളം തിളപ്പിച്ച് കൊണ്ടുവന്നു. പക്ഷെ കൊണ്ട് ആവി വരണം. ഈ ചൂട് കഴിഞ്ഞാൽ ഇങ്ങനെ വായിൽ കൊള്ളും. എൻ്റെ വായും കൂടി പൊള്ളി അവിഞ്ഞു പോകും. ഇച്ചിരി തണുപ്പിച്ചിട്ട് വായിൽ കൊള്ളാം. അത്രയും പല്ല് വേദന എടുക്കണം. ഒരു 8 ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്. അതിൽ 1 ഗ്രാമ്പ് പൊടിഞ്ഞു. അപ്പം ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരാം. കാരണം പൊടിക്കൈയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴേ വേദന സഹിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഇത് കാണിച്ചു തരാം ഗൈസ്. പല്ല് വേദനയുള്ള ഭാഗത്ത് ചൂട് വെള്ളത്തിൽ ആരെങ്കിലും ഒഴിക്കുകയോ ഗൈസ്. ഞാനെടുത്ത് ഒഴിച്ച് എൻ്റെ തല മൊത്തം ഇളവി. എനിക്ക് വേദന സഹിക്കാൻ വയ്യ. ഇതേ അവസാനം പിള്ളേരൊരു ഗ്രാമ്പ് എടുത്തോണ്ടൊന്ന് ഞാൻ ആ ഗ്രാമ്പ് എനിക്കൊന്നും പറയാൻ വയ്യ. എൻ്റെ ഒരു അവസ്ഥ. ടാറ്റാ. അയ്യോ. അപ്പം ഗൈസ് ഞാൻ ആശുപത്രിയിലൊക്കെ പോയി പല്ലെടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അത്രയ്ക്ക് വേദനയാണ്. അപ്പോൾ ഡോക്ടർ പല്ല് നോക്കിയിട്ട് ഈ കോൾഗേറ്റ് പേസ്റ്റ് കണ്ട ഇത് കുറിച്ച് തന്നു. അപ്പം ഞാൻ കൊണ്ടുവന്ന ഉടനെ എന്ത് ചെയ്യുന്നറിയാം, ആ പേസ്റ്റ് പല്ല് തേച്ചൊരു 5 മിനിറ്റ് വായിക്കാത്ത അതിൻ്റെ പദം നിർത്തിയിരിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഗുളിക തന്നു വേദനയ്ക്കുള്ള. അപ്പം പല്ലെടുക്കാൻ പറ്റത്തില്ല, പല്ല് നല്ല ഉറച്ചിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറഞ്ഞില്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അത്രയ്ക്ക് വേദനയുണ്ട്. ആ വേദനയാണ് ഇന്നലെ രാത്രി ഞാൻ കാണിച്ചത്. എനിക്ക് അത്രയും സഹിക്കാൻ പറ്റാത്തതില്ല. ഞാൻ 2 മണി വരെ ഉറങ്ങിയിട്ടില്ലായിരുന്നു. സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് പോയിട്ട് വന്നതാണ്. അപ്പം നിങ്ങളെ കൂടെ കാണിക്കാൻ ഇന്നലെ കാണിച്ചതല്ലേ പല്ല് വേദന. അപ്പോൾ ഇന്ന് ആശുപത്രിയിൽ പോയിട്ട് വന്ന് നിങ്ങളെ കൂടെ കാണിച്ചത്. അതാണ് ഞങ്ങളെ ജംഗ്ഷനിൽ തന്നെയുള്ള ആശുപത്രിയാണ്, ദന്താശുപത്രി, ഡെൻ്റൽ കെയർ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ. വയ്ക്കട്ടെ കേട്ടോ. ഇന്നിപ്പം ചെറിയൊരു വേദനയും തരിപ്പൊക്കെ ഉണ്ട്, നീരൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ പോയിട്ട് വന്ന് കാണിച്ചത്.